നോമ്പ് തുറപ്പിക്കുക എന്ന് പറഞ്ഞാൽ പലരും വിചാരിച്ചിരിക്കുന്നത് ഈ നോമ്പ് തുറന്നതിന് ശേഷം കുറച്ച് ബിരിയാണി കൊടുക്കലാണ്. അതല്ല കേട്ടോ. ബിരിയാണി കൊടുക്കുക അല്ലെങ്കിൽ പത്തിരിയിറച്ചി കൊടുക്കുക അതൊക്കെ പുണ്യമുള്ളതാണ്. പക്ഷെ ഒരാളെ നോമ്പ് തുറപ്പിച്ച പ്രതിഫലം കിട്ടണമെങ്കിൽ, ഒരാളെ നോമ്പ് തുറപ്പിച്ചാൽ എന്ത്, ഇപ്പൊ ഞാൻ നിങ്ങളിൽ ഒരാളെ നോമ്പ് തുറപ്പിച്ചാൽ, ഞാൻ നോമ്പ് തുറപ്പിക്കുകയാണെങ്കിൽ എനിക്ക് കിട്ടുന്ന പ്രതിഫലം നബി തങ്ങളുടെ ഹദീസിൽ കാണാം, നിങ്ങൾ പിടിച്ച നോമ്പിന്റെ പ്രതിഫലം അതുപോലെ എനിക്ക് കിട്ടും. നിങ്ങളുടെ കുറയൂല, എനിക്കത് കിട്ടും. അപ്പൊ എനിക്ക് 2 നോമ്പിന്റെ കൂലി കിട്ടും. എന്റെ നോമ്പിന്റെ കൂലിയും കിട്ടും, നിങ്ങളുടെ നോമ്പിന്റെ കൂലിയും കിട്ടും. പക്ഷെ ആ കൂലി കിട്ടണമെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? ശ്രദ്ധിക്കേണ്ട കാര്യം, ഞാൻ കൊടുക്കുന്ന ഈത്തപ്പഴമോ ഞാൻ കൊടുക്കുന്ന കാരക്കയോ അല്ലെങ്കിൽ ഞാൻ കൊടുക്കുന്ന വെള്ളമോ കൊണ്ടായിരിക്കണം നിങ്ങൾ നോമ്പ് കൊടുക്കേണ്ടത്. അല്ലാതെ അവിടെയുള്ള ഒരു ഈത്തപ്പഴം കൊണ്ട് നോമ്പ് തുറക്കുന്നു എന്നിട്ട് ഞാൻ ഭക്ഷണം കൊടുക്കുന്നു, അങ്ങനെയല്ല. ഭക്ഷണം കൊടുക്കുന്നതിന് വേറെ പ്രതിഫലമാണ്. നോമ്പ് തുറപ്പിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ പൈസ മുടക്കി നമ്മൾ കൊടുക്കുന്ന ഈത്തപ്പഴം, നമ്മൾ കൊടുക്കുന്ന കാരക്ക, അതുകൊണ്ടാവണം നോമ്പ് തുറക്കേണ്ടത്. ചില ആൾക്കാരുണ്ട്, കുറെ ഈത്തപ്പഴം എടുത്തു വെക്കും, എന്നിട്ടോ അത് നോമ്പ് തുറക്കാൻ വേണ്ടി എല്ലാവർക്കും കൊടുക്കും. ഇവർ കൊടുക്കുന്ന പൈസ, നോമ്പ് തുറക്കാൻ വേണ്ടി കൊടുക്കുന്ന പൈസ അത് ഈ നോമ്പ് തുറയിലേക്ക് എടുക്കുകയുമില്ല. അങ്ങനെ ചെയ്യാൻ പാടില്ല. നമ്മൾ ഒരാള് നോമ്പ് തുറക്കാൻ വേണ്ടി പൈസ തന്നാൽ ആ പൈസ കൊണ്ട് വാങ്ങിക്കുന്ന ഭക്ഷണമായിരിക്കണം ആദ്യം കഴിക്കേണ്ടത്. കാരക്ക, ഈത്തപ്പഴമായിരിക്കണം കഴിക്കേണ്ടത്. അങ്ങനെയാണ് ആ നോമ്പ് തുറയുടെ പ്രതിഫലം കിട്ടുക. പിന്നെ മറ്റൊരു കാര്യം, ചെറിയവരോട് കരുണ കാണിക്കുക. റമദാനിൽ പ്രത്യേകിച്ച് നമ്മുടെ ചെറിയ മക്കളുണ്ടാകും, പേരക്കുട്ടികൾ ഉണ്ടാകും, അവരോടൊക്കെ കരുണയോടുകൂടി പെരുമാറുക. മുതിർന്നവരെ ആദരിക്കുക. അല്ലെ, മുതിർന്നവരെ, നമ്മളിപ്പോൾ നോമ്പ് തുറക്കാൻ വേണ്ടി ഇരിക്കുന്നു, നമുക്ക് കാല് പാടില്ല, നമ്മളൊരു കസേരയിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഒരു വയസ്സായ വാപ്പ വന്നു, അപ്പോൾ ആ വാപ്പാക്ക് ആ കസേര ഇട്ട് കൊടുക്കണം. നമ്മൾ വേറെ കസേര എടുക്കണം, അല്ലാതെ മൂപ്പരോട് വേറൊരു കസേര എടുത്തോണ്ട് വാ എന്നല്ല പറയേണ്ടത്. അപ്പോൾ മുതിർന്നവരെ ബഹുമാനിക്കുക, ചെറിയവരോട് കരുണ കാണിക്കുക, ധാരാളമായി സ്വലാത്തുകൾ പറയുക, ഇസ്തിഗ്ഫാർ ധാരാളമായി അധികരിപ്പിക്കുക. ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കുക. സുബ്ഹാനല്ലാഹ് എന്ന ദിക്ർ, സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ, ഈ 3 ദിക്റും വ്യത്യസ്തമാണ്. ഈ 3 ദിക്റുകളും ധാരാളമായി പറയുക. അത് കൂട്ടി യോജിപ്പിച്ച് നമുക്ക് സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം എന്ന് പൂർണ്ണമായിട്ടും പറയാം. ഇത് റമദാനിൽ ഒരു മനുഷ്യൻ ഒരു ദിവസം ഒരു പ്രാവശ്യമെങ്കിലും പറഞ്ഞാൽ അവന്റെ റമദാൻ അവനിക്ക് അനുകൂലമാകുന്നതാണ്.